മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബിൻ സത്യൻ എഴുതിയ ചെറുകഥ പ്രണയം. തലയിൽ ഒരു കെട്ട് പുല്ലുമായി അപ്പു വയലിൽ നിന്ന് തോടിനോട് ചേർന്നുള്ള നടപ്പാതയിലേക്ക് നടന്നു കയറി. ഉടുത്തിരുന്ന ലുങ്കിയിലും ധരിച്ചിരുന്ന ഷർട്ടിലും ചെളിയും വിയർപ്പും പുരണ്ടിട്ടുണ്ട്. അതിൻ്റെ ദുർഗന്ധം ആ 30കാരനിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടില്ല. മനസ്സും ശരീരവും ഇപ്പോൾ മരവിച്ച പോലെയാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ച പലതും കിട്ടിയില്ല. 10ാം ക്ലാസ് വരെ പഠിപ്പുള്ള കർഷകന് വിവാഹ കമ്പോളത്തിൽ പ്രസക്തിയില്ലല്ലോ. പണത്തിനും ജോലിക്കും വളരെ മൂല്യമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. സൗഹൃദവും ബന്ധവും നിലനിൽക്കുന്നത് അതിലൊക്കെയാണ്. ഒരുപാട് പ്രണയിച്ച പെണ്ണിനെ ജീവിതത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ടു. സ്വന്തം ജീവിതം ഭൂമിക്ക് ഭാരമെന്ന് വരെ തോന്നി. നടന്ന് കുറച്ചു ദൂരം എത്തിയപ്പോഴാണ് തോട്ടിൽ കാലും കൈയും കഴുകിക്കൊണ്ട് നിൽക്കുന്ന രാമനെ കണ്ടത്. അപ്പു പരിഹാസ സ്വരത്തിൽ ചോദിച്ചു, വലിയപ്പ, നിങ്ങളിപ്പം പാക്കരം കൊച്ചപ്പന്റെ വയലിൽ നിന്ന് ചാലി കയറിക്കൊണ്ട് നിന്നതല്ലേ? എപ്പ കയറി? ആ 60കാരൻ തോളിൽ കിടന്ന തോർത്തുകൊണ്ട് കാലും കൈയും തുടയ്ക്കുന്നതിനിടെ അഹങ്കാരത്തോടെ പറഞ്ഞു. നിന്റെ അപ്പൻ വേലപ്പൻ ഉച്ചവെറിയത്ത് വെള്ളം കുടിക്കാതെ മരച്ചീനിക്കുഴിയെടുത്ത് എന്നെ തോൽപ്പിക്കുവോ? പറ്റൂല പിള്ളേ. എന്നിട്ടാണ് നീ എന്നെ പരിഹാസം അടിക്കണത്. അപ്പു നീട്ടി മൂളി. രാമൻ തുടർന്നു. മക്കളെ, നീ ഈ കൃഷിപ്പണി എന്ന് പറഞ്ഞു നടന്നാൽ പച്ച പിടിക്കില്ല. കഴിഞ്ഞ വട്ടം പക്കരൻ മരച്ചീനി നട്ടത് നഷ്ടം. വില കുറഞ്ഞു. കുറേ എലികൾ തിന്നു. ഇപ്പോൾ വാഴ വെച്ചപ്പോൾ വാഴക്കുലയുടെ വില കുറഞ്ഞു. മക്കള് വേറെ ആശാരിപ്പണിയോ മേസ്തിരിപ്പണിയോ നോക്കുന്നതാണ് നല്ലത്. കേട്ടത് ഇഷ്ടമാകാത്തതുപോലെ അപ്പു തലയിലിരുന്ന പുല്ലിന്റെ കെട്ട് നേരെയാക്കി നടന്നു. ആ വഴിയിൽ 3 ഉയരമുള്ള മരച്ചീനിക്കമ്പ് കൂട്ടിക്കെട്ടി അതിൽ ത്രാസ് തൂക്കി പലകയിലിരുന്ന് മരച്ചീനി കച്ചവടം നടത്തുന്ന ചന്ദ്രൻ മാമനെ കണ്ടത് തൂക്കുപാത്രത്തിലെ കഞ്ഞിവെള്ളം പകുതി കുടിച്ച ശേഷം. ഓരോ മരച്ചീനി കിഴങ്ങിന്റെയും മൂടും വേരും വെട്ടിക്കളയാൻ തുടങ്ങി. അയാളോട് വിശേഷം പറഞ്ഞു. കറവക്കാരൻ ദാമവും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ തലയിൽ കെട്ടിയ പഴകിയ തോർത്തും ചുണ്ടിലെ ബീഡിയും പുഴുപ്പല്ലും പഴകിയ വസ്ത്രവും അപ്പു കുറച്ച് ശ്രദ്ധിച്ച ശേഷം നടന്നു. വയലിൽ വീശിയ കാറ്റ് മരച്ചീനി ഇലകളെയും മറ്റും ഇളക്കി അവനെ തലോടി അകലെ പോയി. ആ കാറ്റിൽ ചേറിന്റെ ഗന്ധമുണ്ടായിരുന്നു. പതിവ് പോലെ ചാനൽ പാലത്തിന്റെ അടുത്തെത്തിയപ്പോൾ തലയിലിരുന്ന പുല്ലിന്റെ കെട്ട് താഴെ ഇറക്കി വെച്ച് പാലത്തിലിരുന്നു. നേരെ നോക്കിയാൽ കാണുന്നതാണ് തെങ്ങ് കയറ്റക്കാരൻ രാഘവന്റെ മൺകട്ട കെട്ടിയ വീട്. അവനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. വർഷങ്ങൾ കഴിയും തോറും ആ വീട് ക്ഷയിച്ചുകൊണ്ടിരുന്നത് പോലെ തോന്നി. ഓടെല്ലാം പൊട്ടി ചുവര് ഇടിഞ്ഞു തുടങ്ങി. അവൻ ആ വീട് വെറുമൊരു കാഴ്ച മാത്രമല്ല, അവന്റെ പ്രണയത്തിന്റെ ഓർമ്മകളുടെ ഒരിടം കൂടിയാണ്. അവന്റെ പ്രണയിനി പല്ലവിയുടെ വീടായിരുന്നു അത്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവൾ അവന്റെ ഒപ്പം ഉണ്ടായിരുന്നു. 1ാം ക്ലാസ് മുതൽ തുടങ്ങിയ ആകർഷണം പിന്നെ പതിയെ പ്രണയമായി മാറുകയായിരുന്നു. വീടിന്റെ അടുത്തുള്ള സ്കൂൾ ആയതിനാൽ സഹപാഠികൾ ഭൂരിഭാഗവും നാട്ടുകാരാണ്. ക്ലാസ്സിൽ 1-2 അധ്യാപകരും ബന്ധുക്കളും ആയിരുന്നു. അതുകൊണ്ടാവാം ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്. പരസ്പരം സ്നേഹവും സൗഹൃദവും. അങ്ങനെ എന്നാൽ വളരെ കുറച്ച് നിശബ്ദ പ്രണയങ്ങൾ ക്ലാസ്സിലുണ്ടായിരുന്നു. അതിൽ പരസ്പരം പറഞ്ഞും അറിഞ്ഞും പ്രണയിച്ചത് ക്ലാസ്സിലെ അന്നത്തെ ലീഡർ സുനിലും മനോഹരമായ പാട്ടും നൃത്തവും ചെയ്യുന്ന ലയുവുമാണ്. അവരുടെ പ്രണയം ആരും എതിർത്തില്ല. കാരണം അവർ പ്രണയം പ്രദർശിപ്പിച്ച് നടന്നില്ല. പരസ്പരം ഇഷ്ടപ്പെട്ടു. സത്യസന്ധമായി അത്ര തന്നെ അവർ വർഷങ്ങൾക്ക് ശേഷം വിവാഹിതരായി. ഉടനെ അപ്പുവിന്റെ മനസ്സൊന്ന് പിടഞ്ഞു. പല്ലവിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. അവളുടെ ദേഹത്ത് സ്പർശിക്കാതെ ആത്മാർത്ഥമായി അകലെ നിന്നാണ് നോക്കിയത്. അവളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു സെക്കൻഡ് പോലും അന്നില്ലായിരുന്നു. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അവളായിരുന്നു മനസ്സ് നിറയെ. അവളെക്കുറിച്ച് ഓർമ്മിച്ച് ഉണരുമ്പോൾ ഓരോ ദിവസവും മനോഹരമായി തോന്നിയിട്ടുണ്ട്. ക്ലാസ്സിൽ പരീക്ഷകളുടെ മാർക്ക് വിവരം പറയുമ്പോൾ അവൾക്ക് എന്നും 1ാം സ്ഥാനമായിരുന്നു. ആ നേരം അവളേക്കാൾ സന്തോഷിക്കുന്നത് അവനായിരുന്നു. അവൾ മലയാളം ക്ലാസ്സിൽ ഒരിക്കൽ ഒരു കവിത ചൊല്ലിയപ്പോഴാണ് അവൻ അവളെ ആദ്യമായി കാണുന്നത് പോലെ ഏറെ നേരം നോക്കിയിരുന്നത്. ആ നേരം അടുത്തിരുന്ന വിനീഷ് അവന്റെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, ഡാ കൊച്ചു കള്ളാ, നിനക്ക് അവളോട് ഇഷ്ടമുണ്ടല്ലേ? അവനോട് രഹസ്യമായി അപ്പു സമ്മതിച്ചു. എനിക്ക് അവളെ ഇഷ്ടമാണ്.
പഠനം പറ്റുന്നവരെ പൂർത്തീകരിച്ച് എന്തെങ്കിലും പണിക്കിറങ്ങണം. എന്നിട്ട് വീടൊക്കെ ഒന്ന് പുതുക്കി പണിത് അവളുടെ വീട്ടിൽ പോയി പെണ്ണാലോചിക്കണം. വിനീഷ് പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ നിനക്കുള്ളതാ. അത് കേട്ടിട്ടാണോ എന്നറിയില്ല ടീച്ചർ ചൂരൽ മേശയിലടിച്ചത്. 10ാം ക്ലാസ് പിരിച്ചുവിടുന്നതിൻ്റെ അന്നാണ് പല്ലവി ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ കാരണം ആർക്കും അറിയില്ല. ക്ലാസ്സിൽ അധ്യാപകർക്കും കുട്ടികൾക്കും ഒപ്പം അവനും പല്ലവിയുടെ വീട്ടിലെത്തി. അവിടെ വല്ലാത്ത ഗന്ധം പടർന്നിട്ടുണ്ട്. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കരച്ചിൽ സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പല്ലവിയുടെ കൂട്ടുകാരികളായ നിത്യയും മീരയും പല്ലവിയുടെ നെറ്റിൽ ചുംബിച്ചു. ഏങ്ങിക്കരഞ്ഞ് റീത്ത് വെച്ചത് ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. പല്ലവിയുടെ മുഖത്തേക്ക് നോക്കാൻ അവൻ മടിച്ചു. കാരണം അവളുടെ മനോഹരമായി ചിരിക്കുന്ന മുഖം മനസ്സിലുണ്ട്. ഇനി ഈ മരിച്ചു മരവിച്ചു കിടക്കുന്ന മുഖം കണ്ടാൽ പിന്നെ മനസ്സിലത് മുദ്ര പോലെ ഉണ്ടാകും. കണ്ണടച്ച് തുറന്നാൽ ഉറങ്ങിയാലും ഉണർന്നാലും ഒക്കെ. അവളുടെ ആത്മഹത്യയെക്കുറിച്ച് നാട്ടിൽ പല പല ചർച്ചകൾ വരെ ഉണ്ടായി. അവൾ വഴിവിട്ട ജീവിതമായിരുന്നു ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഒരു പക്ഷേ പല്ലവിയെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ജീവിതം വേറെ ദിശയിൽ പോകുമായിരുന്നുവെന്ന് തോന്നി. തലയിലെ ഏതോ ഞരമ്പ് വീർത്തു പൊട്ടാറായതുപോലെ അവന് തോന്നി. പരിസരബോധം വീണ്ടെടുത്ത് അവൻ മെല്ലെ എഴുന്നേറ്റു. അഴിഞ്ഞ പുല്ലിൻ്റെ കെട്ട് നേരെയാക്കി പുല്ലെല്ലാം ഒതുക്കി വെച്ച് അതിനെ തലയിലെടുത്ത് വീട്ടിലേക്ക് നടന്നു. വീടെത്താറായപ്പോൾ അവൻ്റെ ഗന്ധം മനസ്സിലായി എന്ന് തോന്നുന്നു. 2 പശുവും ചെറുതായി ഒന്ന് അമറി. അവൻ തൊഴുത്തിൽ കയറി പശുക്കൾക്ക് പുല്ലിട്ട് കൊടുത്ത ശേഷം തൊഴുത്തിലിരുന്ന മൺവട്ടിയെടുത്ത് തോളിൽ വെച്ചപ്പോഴാണ് അടുക്കളയിൽ അമ്മയും അച്ഛനും ഇന്നലെ ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസിനെ ചൊല്ലി വഴക്കിട്ടത്. മരവിച്ച മനസ്സോടെ അവൻ വയലിലേക്ക് ഇറങ്ങി. എത്രയും പെട്ടെന്ന് മരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഒപ്പമിറങ്ങി.